ആന എഴുന്നള്ളിപ്പിന് മാർഗരേഖ പുറത്തിറക്കി ഹൈക്കോടതി. ദിവസം 30 കിലോമീറ്ററിൽ കൂടുതൽ ആനകളെ നടത്തിക്കരുത്. 2 എഴുന്നള്ളത്തുകൾക്കിടയിൽ മതിയായ വിശ്രമം ആനകൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാക്കണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ ഇതിലുണ്ട്. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുകയാണ്. ശ്രീകാന്ത്, എന്താണ് ഈ മാർഗരേഖയിലെ ഉള്ളടക്കം? ശ്രീകാന്ത്. ഈ ഉത്സവങ്ങളെ അടക്കം ഇത് ഏത് രീതിയിൽ ബാധിക്കും എന്നുള്ളത് അറിയില്ല. അതൊക്കെ പറയേണ്ടത് ഇനി തൃശ്ശൂർ പൂരം കമ്മിറ്റിക്കാർ പോലെയുള്ള വിപുലമായ ഉത്സവങ്ങൾ ഇത്തരത്തിൽ നടത്തുന്ന ആളുകളാണ്. എന്തായാലും ഒരു മാർഗരേഖ ഹൈക്കോടതി പുറത്തിറക്കിയിരിക്കുന്നു. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: പിടികൂടപ്പെട്ട ആനകളെ ഉപയോഗിക്കുമ്പോൾ ബന്ധപ്പെട്ട ജില്ലാ സമിതിയുടെ അനുമതി വാങ്ങണം. 1 മാസം മുമ്പ് ഇതിന് അപേക്ഷ സമർപ്പിക്കണം. 2 എഴുന്നള്ളത്തുകൾക്കിടയിൽ മതിയായ വിശ്രമം വേണം. ജില്ലാതല സമിതികൾ ഇത് ഉറപ്പുവരുത്തണം. ദിവസം 30 കിലോമീറ്ററിൽ കൂടുതൽ ആനകളെ നടത്തരുത്. ഭക്ഷണം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ സംഘാടകർ കമ്മിറ്റിയെ നേരത്തെ തന്നെ അതുണ്ടെന്ന് ബോധിപ്പിക്കണം. താൽക്കാലികമായ വിശ്രമസ്ഥലം വേണം. അത് വൃത്തിയുള്ളതായിരിക്കണം. ആനയും അഗ്നിസംബന്ധമായ കാര്യങ്ങളും തമ്മിൽ 5 മീറ്റർ ദൂരപരിധി വേണം. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത നിർദ്ദേശങ്ങളാണുള്ളത്. ഇതെല്ലാം കൂടി വായിച്ചു തീരാൻ തന്നെ നേരം വിളിക്കുന്ന ഒരു സ്ഥിതിയാണ്. കാരണം അത്രയധികം നിർദ്ദേശങ്ങൾ ഇതിൽ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. അതിൽ എത്രത്തോളം കാര്യങ്ങൾ പ്രായോഗികമാകും, അതായത് വെടിക്കെട്ടും ഈ ആനയെ നിർത്തിയിരിക്കുന്നിടവും തമ്മിൽ ഏതാണ്ട് 100 മീറ്റർ അകലം വേണം. അങ്ങനെയൊക്കെ കുറേയുണ്ട്. ഇത് തൃശ്ശൂർ പൂരം അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്കൊക്കെ എങ്ങനെ ഇത് ബാധിക്കും എന്നുള്ളത് അറിയില്ല. ഇതെല്ലാം കൂടി ചേർത്താണ് ഇപ്പോൾ മാർഗനിർദ്ദേശം പുറത്തിറക്കിയിട്ടുള്ളത്. ഇനി അത് വ്യാപകമായ ചർച്ചയ്ക്ക് വഴിയൊരുക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പീലടക്കമുള്ള കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയും തെളിയുന്നുണ്ട്. ശരി, ശ്രീകാന്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു.